ഹായ് ഫ്രണ്ട്സ്, RRB NTPC CBT 2 ഒക്ടോബർ മാസം പകുതിയോടുകൂടി നടക്കാനിരിക്കുകയാണ്. അപ്പം ഈ ഒരു സമയത്ത് പലർക്കും പല ഡൗട്ടുകളുണ്ടാവും. സോ രണ്ട് കാറ്റഗറിയിലുള്ള ആൾക്കാർ എക്സാം എഴുതുന്നതായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഒന്ന് CGL Tier 1 ക്വാളിഫൈ ചെയ്യും, CGL 2025 Tier 1 ക്വാളിഫൈ ചെയ്യും എന്ന് കരുതുന്ന ആൾക്കാർ RRB NTPC CBT 2 എഴുതുന്നുണ്ടാവും. രണ്ട് CGL Tier 1 ക്വാളിഫൈ ചെയ്യുന്നില്ല, എന്നാൽ RRB CBT 1 ക്വാളിഫൈ ചെയ്ത ആൾക്കാരുണ്ട്. അങ്ങനത്തെ ഒരു കാറ്റഗറി ആൾക്കാർ. ഇതിൽ രണ്ടാമത് ഞാൻ പറഞ്ഞ കാറ്റഗറി ആൾക്കാർ CGL Tier 1 ക്വാളിഫൈ ചെയ്യില്ല, ചെയ്യാൻ സാധ്യതയില്ല, എന്നാൽ CBT Tier 1 ക്വാളിഫൈ ചെയ്തിട്ടുമുണ്ട്. ഈ ടൈപ്പ് ഓഫ് ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം അവർക്കാകെ നമുക്കറിയാം CBT 2 QA 6 GK ആണ്. അതിൽ QAക്ക് 35 ക്വസ്റ്റ്യൻസ്, 35 ക്വസ്റ്റ്യൻസ് ആൻഡ് GK 50 ക്വസ്റ്റ്യൻ ആണുള്ളത്. ഇതിൽ QA ആണെങ്കിലും 6 ആണെങ്കിലും നിങ്ങൾ SSC ലെവൽ പ്രിപ്പറേഷൻ എന്താണോ അത് തന്നെ മതി. GKക്ക് വേണ്ടി നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റും. അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബുദ്ധിമുട്ടില്ല. ടോട്ടൽ ഒരു 10 മണിക്കൂർ അവർക്ക് ഒരു ദിവസം കിട്ടുകയാണെങ്കിൽ ആ 10 മണിക്കൂർ ഒരു മോക്ക് എടുത്താൽ തന്നെ QAയും 6യും അത്യാവശ്യം കവർ ചെയ്ത് പോകും. കാരണം CGLന് വേണ്ടി ഓൾറെഡി പഠിച്ച ആൾക്കാരാണ്. അപ്പം അത് കവർ ചെയ്ത് പോകും. ബാക്കിയുള്ള സമയം അവർക്ക് GKക്ക് കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ ഒരു ടോപ്പിക് വൈസ് ടെസ്റ്റോ അല്ലെങ്കിൽ വേറൊരു സെക്ഷണൽ QAയും 6യും എക്സ്ട്രാ ആയിട്ട് വേണമെങ്കിൽ അവരെടുത്താൽ മതി. ബാക്കിയുള്ള ഫുൾ ടൈം അവർക്ക് വേണ്ടി GKക്ക് വേണ്ടി ഫോക്കസ് ചെയ്യാൻ പറ്റും. എന്നാൽ CGL Tier 1 ക്ലിയർ ചെയ്യും, ക്വാളിഫൈ ചെയ്യും, സാധ്യതയുണ്ട് എന്ന് കരുതുന്ന ആൾക്കാർ CBT 2 വേണ്ടിയിട്ട് ഈ ഒരു സ്ട്രാറ്റജിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ CGL Tier 2 ചിലപ്പോൾ നിങ്ങളെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഡെഫിനറ്റ്ലി, അതായത് ഞാൻ ഇപ്പം പറയാൻ പോകുന്നത് CGL Tier 1 ക്വാളിഫൈ ചെയ്യുന്നുണ്ട്, CBT 1 Tier 1 നിങ്ങൾ ക്വാളിഫൈ ചെയ്താണ്. CBT 2 നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോവാണ് ഒക്ടോബർ 3rd വീക്കിൽ അല്ലെങ്കിൽ ഒക്ടോബർ 2nd വീക്കിൽ. അപ്പം ആ ഒരു സമയത്ത് നിങ്ങൾ കംപ്ലീറ്റ്ലി GKക്ക് മാത്രം ഫോക്കസ് ചെയ്തിട്ട് ബാക്കിയെല്ലാം നിങ്ങൾ ഒഴിവാക്കാൻ പറ്റുമോ എന്നും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് അങ്ങനെ ചെയ്യരുത്. നിങ്ങളാകെ GKക്ക് ഒരു 5-6 മണിക്കൂർ നിങ്ങൾ GKക്ക് സ്പെൻഡ് ചെയ്യുക. ബാക്കി നിങ്ങൾ ഡെഫിനറ്റ്ലി ഒരു സെക്ഷൻ 1 ടെസ്റ്റ്, Tier 2 സെക്ഷൻ 1 ടെസ്റ്റ് ഒന്ന് നിങ്ങൾ ഡെഫിനറ്റ്ലി ഡെയിലി എടുക്കണം. ഇതിൻ്റെ പുറമെ നിങ്ങൾ PQRS, ക്ലോസ് ടെസ്റ്റ് ആൻഡ് കോംപ്രിഹെൻഷൻ, ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ 1 മണിക്കൂർ ഡെയിലി മാറ്റി വെക്കണം. വൊക്കാബിന് വേണ്ടി നിങ്ങൾ 1 മണിക്കൂർ മാറ്റി വെക്കണം. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഡെഫിനറ്റ്ലി കമ്പ്യൂട്ടർ അവയർനെസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു 1 മണിക്കൂർ മാറ്റി വെക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഡെഫിനറ്റ്ലി 1 മണിക്കൂർ CGL Tier 2 വേണ്ടി മാറ്റി വെച്ചിട്ട് ബാക്കി വരുന്ന സമയം മാത്രമേ നിങ്ങൾ എന്തിനു വേണ്ടി കൊടുക്കാവൂ, GKക്ക് വേണ്ടി കൊടുക്കാവൂ. ആ GK നിങ്ങൾ ഡെഫിനറ്റ്ലി CGL Tier 2 വേണ്ടി ഉപകാരപ്പെടുന്നതാണ്. അപ്പം CGL Tier 2 പ്രിപ്പറേഷൻ തന്നെ നിങ്ങൾ നടത്തിയാൽ മതി. ആ GKയിൽ നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ കറണ്ട് അഫയേഴ്സും ജനറൽ സയൻസും ഫോക്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ GKക്ക് വേണ്ടി നിങ്ങൾ നോക്കുന്ന സമയത്ത് GKനെ സംബന്ധിച്ചിടത്തോളം റിവിഷനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നിങ്ങൾ CGLന് വേണ്ടി എന്തൊക്കെ പഠിച്ചോ ആ പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ ആദ്യം റിവൈസ് ചെയ്യുക. അത് റിവൈസ് ചെയ്ത് പ്രോപ്പർലി നിങ്ങൾക്ക് ഒന്നും നിങ്ങളുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്നില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ പുതിയ ടോപ്പിക്കുകൾ പഠിക്കാവൂ. പക്ഷേ പുതിയ ടോപ്പിക്കുകൾ ഡെഫിനറ്റ്ലി നിങ്ങൾ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കേണ്ടതാണ്. കറണ്ട് അഫയേഴ്സിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. 10-12 ക്വസ്റ്റ്യനോളം നിങ്ങൾ കറണ്ട് അഫയേഴ്സിന് വരുന്നതാണ്. കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏതെങ്കിലും PDF, ബെസ്റ്റ് കറണ്ട് അഫയേഴ്സ്, ലാസ്റ്റ് 6 മന്ത്സിൻ്റെ ബെസ്റ്റ് കറണ്ട് അഫയേഴ്സുള്ള PDF ഏതെങ്കിലും നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് അത് വെച്ചിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർലോഗസോ അങ്ങനത്തെ ഏതെങ്കിലും മീഡിയം ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതെന്തായാലും നിങ്ങൾ കറണ്ട് അഫയേഴ്സിനെ വിട്ടുപോകരുത്, കറണ്ട് അഫയേഴ്സ് സ്കിപ്പ് ചെയ്യരുത്. ബെസ്റ്റ് ഒരു ലാസ്റ്റ് 6 മന്ത്സിൻ്റെ ബെസ്റ്റ് കറണ്ട് അഫയേഴ്സ് നിങ്ങൾ എന്തായാലും നോക്കിയേ പറ്റും. ഇതിന് പുറമെ നിങ്ങൾ ജനറൽ സയൻസിനോട് കുറച്ചധികം ഫോക്കസ് കൊടുക്കണം. ജനറൽ സയൻസ് നിങ്ങൾ ഒന്നുകിൽ പർമാറിൻ്റെ ക്ലാസ്സോ അല്ലെങ്കിൽ നിങ്ങൾ നിയോൺ പബ്ലിക്കേഷൻ്റെ ബുക്കോ പർമാർ സാറിൻ്റെ ബുക്കോ ഏതെങ്കിലും വെച്ചിട്ട് നിങ്ങൾ ജനറൽ സയൻസിനും കുറച്ച് എക്സ്ട്രാ ഫോക്കസ് നിങ്ങൾ കൊടുക്കേണ്ടതാണ്. സോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഓൾറെഡി നിങ്ങളുടെ കയ്യിലുള്ള GK നിങ്ങൾ സെറ്റാക്കുക എന്നുള്ളത്. അതിനുശേഷം അത് എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ കറണ്ട് അഫയേഴ്സും അതേപോലെ തന്നെ ജനറൽ സയൻസും നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് ഫോക്കസ് ചെയ്യാൻ വേണം. മോക്കുകൾ നിങ്ങൾ ഡെയിലി എടുക്കണം. ഡെയിലി എടുത്തതിന് ശേഷം GKക്ക് നിങ്ങൾ തന്നെ ഒരു സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുക. ഗസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് അത് നിങ്ങൾക്ക് തന്നെ അതിൽ നിന്ന് ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റും GKയെ സംബന്ധിച്ചിടത്തോളം. അപ്പം QA + 6ൽ 100% നിങ്ങൾ ഉറപ്പിക്കുക. ബാക്കിയുള്ള നിങ്ങൾ ഗസ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ബാക്കി കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു വന്നത് CGL Tier 100% നിങ്ങളൊരു 12 hours നിങ്ങൾ ഒരുമിച്ച് അല്ലെങ്കിൽ 10 hours ഒരുമിച്ച് നിങ്ങൾ എന്തിനും എത്ര കൊടുക്കരുത്, GKക്ക് മാത്രം കൊടുത്തിട്ട് ബാക്കി 3 QA, ഇംഗ്ലീഷ്, 6 ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വിട്ടുപോകരുത്. അങ്ങനെ വിട്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ വളരെ താഴേന്ന് പിന്നെയും സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും CGL Tier 2 വേണ്ടിയിട്ട്. CGL Tier 1 ക്ലിയർ ചെയ്യില്ല എന്നുള്ള ആൾക്കാരാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിഷയമില്ല, ആ പറഞ്ഞ രീതിയിൽ ചെയ്താൽ മതി. ക്ലിയർ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ പറഞ്ഞ മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾ ഡെയിലി നോക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ നോക്കിയേ പറ്റൂ. അതിനുശേഷമുള്ള എക്സ്ട്രാ ടൈം മാത്രമേ നിങ്ങൾ എന്തിനു കൊടുക്കാവൂ, GKക്ക് കൊടുക്കാവൂ. GK കൊടുക്കുന്നതും ഈ പറഞ്ഞ രീതിയിൽ കൊടുക്കണം. ഒരു ദിവസം നിങ്ങൾ 5 മണിക്കൂർ GKക്ക് കൊടുക്കുകയാണെങ്കിൽ ആദ്യത്തെ അരമണിക്കൂർ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് തൊട്ട് പുറകിലത്തെ 2 ദിവസം നിങ്ങൾ എന്താണോ പഠിച്ചത് അത് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം. പിന്നീടുള്ളൊരു 4-4.25 മണിക്കൂർ നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. ബാക്കി വരുന്നൊരു 1/4 മണിക്കൂർ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് അന്ന് പഠിച്ച കാര്യങ്ങൾ വീണ്ടും റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം.
ഈ രീതിയിലായിരിക്കണം നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒരു 10 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീടുള്ള ഒരു ദിവസം നിങ്ങൾ GK ഫ്രഷ് ആയിട്ടൊന്നും പഠിക്കാതെ ആ 10 ദിവസം നിങ്ങൾ എന്തൊക്കെയാണോ റിവൈസ് ചെയ്തത് അല്ലെങ്കിൽ പഠിച്ചത് ആ കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ യൂസ് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു പോവുക. RRB CBT 2-ന് വേണ്ടിയിട്ട് അധികം സമയമല്ല. സോ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്ട്രാറ്റജി ഒന്നുമില്ല, 2 ആഴ്ച ഉള്ള സ്ട്രാറ്റജി, ഡെയിലി ഒരു മോക്ക് എടുക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് പോകുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ കൊടുക്കാം, ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യണം. സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.